അപ്പോൾ അതാ നെയ്ച്ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തു. പിന്നെ ഏലക്കായ്, കറാമ്പൂ, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുകൊടുത്തു. പിന്നെ അരിയൊന്നും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വെറുതെ ഒന്ന് ഇളക്കിയെടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ചെറുനാരങ്ങ നീര് ഉണ്ടായിരുന്നത് എനിക്ക് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഓർമ്മ വന്ന് ചെറുനാരങ്ങ ഉള്ളത്. അതിൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിരുന്നു. പിന്നെ അപ്പോൾ അതാ കുക്കറിൽ ഞാൻ 2 വിസിലടുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുട്ട റെഡിയായി വന്നിട്ടുണ്ടാവും. വെള്ളത്തിലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നേരമായിരുന്നു അത് കുക്കർ ഓഫാക്കിയിട്ട് മുട്ടയൊക്കെ റെഡി ആയിക്കണു. അപ്പോൾ ഞാൻ എന്നാലും ആയിട്ടില്ല വെച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ എടുത്തിട്ട് ഞാൻ കറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കാക്ക്. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് കറിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മാറ്റിയതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഞാൻ അതിലൊന്നും ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് വേണമെങ്കിൽ വരഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ധൃതിയിൽ. ഇതിൻ്റെ ഈ മസാല പിറ്റേ ദിവസത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിലും നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പറയണ്ടേ ഞാൻ കുബൂസ് കൊടുന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ കാക്ക. എനിക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇനി നാളെ ഉച്ചക്കും കൂടെ കഴിക്കാൻ നെയ്ച്ചോറെന്ന് വിചാരിച്ചിട്ട് കേട്ടോ വെച്ചിരിക്കണത്. എനിക്ക് നല്ലപോലെ വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആയ ഉടനെ തന്നെ ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. നല്ല ചൂടോടെ തന്നെയാണ് കേട്ടോ. നെയ്ച്ചോറ് കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ മുട്ട പുഴുങ്ങിയത് ഇഷ്ടമാണ് കേട്ടോ. അല്ലാതെ പൊരിച്ചിട്ട് കഴിക്കണതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഒരു കൊല്ലത്തിലൊക്കെ ഒന്ന് കഴിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് പൊരിച്ച് കഴിക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. മുട്ടന്ന് ചിക്കിയിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പൊരിക്കണത് എനിക്ക് എങ്ങനെയാണെങ്കിലും ആംപ്ലേറ്റ് ആണെങ്കിലും ബുൾസൈയൊക്കെ ചിലവിൽ കഴിക്കുമല്ലോ, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. കാക്ക പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കാക്ക്. അപ്പോൾ അതിന് രസമെടുത്ത് കുടിച്ചാണ്. ഇത് ഞാൻ 4 മണിക്ക് കുടിച്ച ചായ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതിന്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണുന്നുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. പഴംപൊരിയൊക്കെ പിന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കണതായതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെയും ചായക്ക് എന്തെങ്കിലും ഒരു കടി വേണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ്. എനിക്ക് എണ്ണക്കടിയിൽ കട്ട്ലേറ്റൊക്കെയാണ് ഇഷ്ടം കേട്ടോ.